കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത. ഫാത്തിമ മൗസ നിസാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യില്ലെന്ന് സുഹൃത്ത് വെളിപ്പെടുത്തി. ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേ ദിവസം രാത്രിയിൽ മൗസ കാറിൽ കയറി പോകുന്നത് കണ്ടെന്നും സുഹൃത്ത് ജനം ടിവിയോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിയായ തൃശൂർ സ്വദേശി മൗസ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ മൗസ നിസാര കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യില്ലെന്നും പിന്നിൽ മറ്റാരോ ഉണ്ടെന്നുമാണ് മൗസയുടെ സുഹൃത്തുക്കളുടെ മൊഴി. മരിച്ച ദിവസം മുതൽ മൗസയുടെ മൊബൈൽ ഫോൺ കാണാനില്ലെന്നതും കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഫോൺ മൗസ മരിച്ച ദിവസം മുതൽ തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. മൗസയുടെ മുറിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കടലാസിൽ എഴുതി വെച്ച 3 നമ്പറുകൾ മാത്രമാണ് കണ്ടെത്താനായത്. കോവൂർ സ്വദേശിയുമായി മൗസയ്ക്ക് അടുപ്പമുണ്ടായിരുന്നതായും ഇയാളാണ് മൗസയുടെ മരണത്തിന് കാരണമെന്നുമാണ് കുടുംബമടക്കം ഉന്നയിക്കുന്ന ആരോപണം. ജൂൺ 3-ാം തീയതിയാണ് ഈ കുട്ടി ജോലിക്ക് വരുന്നത്. നവംബർ 8-ാം തീയതിയാണ് കടയിൽ നിന്ന് എക്സാമിന്റെ ഗ്യാപ്പിൽ ഇവര് കടയിൽ നിന്ന് ഇറങ്ങിയതാ. ആണല്ലേ? അവിടെ നിൽക്കുന്ന സമയത്ത് കുട്ടി എങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ? ഭയങ്കര ഹാപ്പി. അങ്ങനെ ഒരിക്കലും നമുക്ക് സൂയിസൈഡ് സത്യം പറയാൻ എനിക്കിപ്പോഴും ഞെട്ടല്ല. ആ കുട്ടി മരിച്ചു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടി കാറിൽ കയറി പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ? കാർ കയറി പോകുന്നതല്ല, കാറിൽ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ഏകദേശം ഒരു 11 മണി സമയം. 11 മണി രാത്രി. രാത്രി. ഈ കാറും പ്രതിയായിട്ട് ബന്ധമുണ്ടോന്ന് അറിയില്ല. ആ നിസാര കാര്യങ്ങൾക്കൊന്നും അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന ആളല്ല. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബോഡി അങ്ങോട്ട് വെച്ച് അപ്പൊ ചെക്കന്മാരോട് ചോദിച്ചു എന്തെങ്കിലും സംഭവം ഉണ്ട്. അപ്പൊ ഈ കുറിപ്പിന്റെ കാര്യം അവിടുന്ന് ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടികൾ കുറിപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മൗസ ആത്മഹത്യ ചെയ്യുന്നതിന് തലേ ദിവസം രാത്രി 11 മണിക്ക് കാറിൽ പോകുന്നത് കണ്ടവരുണ്ട്. അങ്ങനെയെങ്കിൽ അതാരായിരുന്നു? എപ്പോഴും ചിരിച്ചു മാത്രം കണ്ട ബോൾഡായ മൗസയുടെ ആത്മഹത്യക്ക് പിന്നിൽ തക്കതായ കാരണമുണ്ടാകുമെന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നത്. ആരാണ് മൗസയെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടത്? അതാണ് ഇനി കണ്ടെത്തേണ്ടത്. അന്വേഷണം വെറുമൊരു ആത്മഹത്യ മാത്രമായി ഒതുങ്ങിപ്പോകരുത്. അതാണ് സുഹൃത്തുക്കളുടെ ആവശ്യം. ജനം, കോഴിക്കോട്.